പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ പോരാട്ടം പുതിയ തലത്തിലേക്ക്. പാർട്ടി സ്ഥാപകയും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയെ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കിയെന്ന് വിമതപക്ഷം. അരൂപ് റോയാണ് പുതിയ അധ്യക്ഷനെന്ന് വിമതപക്ഷം ചേർന്ന യോഗത്തിൽ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉടൻ ഈ വിവരം അറിയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ഋതപ്രതാപ് ബാനർജി പറഞ്ഞു. പാർട്ടി ചെയർപേഴ്സണെ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയെ സസ്പെൻഡ് ചെയ്തതായും വിമത ക്യാമ്പ് അറിയിച്ചു. തങ്ങളുടെ പോരാട്ടം നിയമസഭയ്ക്ക് ഉള്ളിൽ മാത്രമല്ല പാർട്ടിയുടെ ഔദ്യോഗിക അധികാര ശ്രേണിയിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണെന്ന് വിമതർ. മമതാ ബാനർജി രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ. ന്യൂ ടൗണിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഋതപ്രതാപ് ബാനർജിയുടെയും വിമത MLA-മാരുടെയും നേതൃത്വത്തിൽ പ്രത്യേക യോഗം വിളിച്ചു ചേർന്നു. അരൂപ് റോയ്, ഫിർഹാദ് ഹക്കീം, അരൂപ് ബിശ്വാസ്, ജാവേദ് ഖാൻ, സന്ദീപൻ സഹ തുടങ്ങി കൊൽക്കത്ത, ഹൗറ, മുർഷിദാബാദ് തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. പാർട്ടിക്കുള്ളിലെ ഭരണഘടനാ പ്രതിസന്ധി പരിഹരിക്കാനാണ് യോഗം ചേർന്നതെന്ന് വിമത വിഭാഗം അവകാശപ്പെട്ടു. പാർട്ടി ഭരണഘടന അനുസരിച്ച് ഓരോ 3 വർഷം കൂടുമ്പോഴും ദേശീയ വർക്കിംഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ 2022 ഫെബ്രുവരിയിൽ രൂപീകരിച്ച കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ലെന്ന് ഋതപ്രതാപ് ബാനർജി യോഗത്തിൽ ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ വിമതർ തീരുമാനിച്ചത്. തുടർന്ന് യോഗത്തിൽ പങ്കെടുത്തവർ ഏകകണ്ഠമായി 30 അംഗമുള്ള പുതിയ ദേശീയ വർക്കിംഗ് കമ്മിറ്റിക്ക് അധികാരം നൽകി. ഇതിന് പിന്നാലെയാണ് ഹൗറ സെൻട്രലിൽ നിന്നുള്ള മുതിർന്ന MLA അരൂപ് റോയിയെ ശബ്ദ വോട്ടോടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. ഫിർഹാദ് ഹക്കീം, അരൂപ് ബിശ്വാസ്, രതിൻ ഘോഷ്, സബീന യാസ്മിൻ എന്നിവരെ വൈസ് ചെയർപേഴ്സൺമാരായും ഋതപ്രതാപ് ബാനർജി, ജാവേദ് ഖാൻ, സന്ദീപൻ സാഹ എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായും നിയമിച്ചു. കൂടാതെ പാർട്ടിയുടെ സാമ്പത്തിക രേഖകൾ പരിശോധിക്കാൻ സ്വതന്ത്ര ഓഡിറ്ററെ നിയമിക്കാനും തീരുമാനമായി.